കഴിഞ്ഞ വർഷം 600ഓളം കോമരങ്ങൾ, പുതിയ കോമരങ്ങൾ നമ്മൾ വെട്ടിത്തെളിയിക്കുകയും ഈ കൊല്ലം അതിനേക്കാൾ കൂടുതൽ കോമരങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പുതിയത് വെട്ടിത്തെളിയും. നാളിൽ രാവിലെ ഇവിടെ തട്ടിൽ കയറുക എന്നാണ് അതിനെ പറയുന്നത്. വെട്ടിത്തെളിയണം എന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് യാതൊരു ചെലവുമില്ലാതെ നിങ്ങളുടെ പരിശ്രമം മാത്രമാണ് ഇതിന് വേണ്ടി. അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ ഞാൻ പുലക്കാവിലാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്, നമ്മുടെ രഘുചേട്ടൻ. പക്ഷേ ഇനി ഭരണി നാളായതുകൊണ്ട് ഇന്ന് വൈകിട്ട് തൊട്ട് ഇദ്ദേഹം വള്ളോൻ എന്ന് പറയുന്ന സ്ഥാനത്തിലായിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, യഥാർത്ഥത്തിലുള്ള ഭദ്രകാളിക്ക് വേണ്ട ഗുരുതി എന്ന് പറയുന്നത് മൃഗബലിയോട് കൂടിയിട്ടുള്ള രക്തം കൊടുത്തുകൊണ്ടുള്ള ഗുരുതിയാണ് എന്നെല്ലാവർക്കും അറിയാം. അതിപ്പോൾ സർക്കാർ നിയമം മൂലം നിരോധിച്ചുകൊണ്ട് നമുക്ക് കൊടുങ്ങല്ലൂർ കാവിൽ നടക്കുന്നില്ല. എന്നാലും വർഷത്തിലൊരിക്കൽ എന്ന് പറയുന്നത് ഭഗവതി, അതായത് സാക്ഷാൽ ശ്രീഭദ്രകാളി ആദ്യമായിട്ട് വന്നിരുന്ന പുലക്കാവില് ദേശഗുരുതി എന്നുള്ള പേരിൽ ഉത്രട്ടാതി നാളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ദേശഗുരുതി നടക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി ദേശഗുരുതി ആരംഭിക്കും. നൂറുകണക്കിന് കോഴികളും ആടുകളും എല്ലാം ഇവിടെ ബലി കൊടുക്കപ്പെടും. അതേപോലെ തന്നെ അടുത്ത ഒരു ചടങ്ങ് കൂടി ഞാൻ പറയുകയാണ്. അതായത് നാളെ, അതായത് രേവതി നാളിൽ രാവിലെ ഇദ്ദേഹം നമ്മളുടെ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനെ പോയി കണ്ട് കാഴ്ചകൾ സമർപ്പിച്ച് അവിടെ നിന്ന് രാജമുദ്രയുള്ള പവിഴമാലകളും അതുപോലെ തന്നെ തലപ്പാവും ഉടുക്കാനുള്ള കോടിയും എല്ലാം സ്വീകരിച്ചതിന് ശേഷം അശ്വതി നാളില് രാവിലെ ഒരു 8 മണിയോടുകൂടി പുലക്കാവില്, അതായത് ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്ന രീതിയിൽ വേറൊരു സ്ഥാനം കൂടിയുണ്ട്. ഇപ്പോൾ ഇത് ഭരണിക്ക് മാത്രമാണ് ഇത് സജീവമാവുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ പുലക്കാവില് ദർശനമുള്ളതാണ്, അവിടെ പ്രതിഷ്ഠയുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ കാവിലേക്ക് എഴുന്നള്ളിപ്പായിട്ട് പോയിട്ട് പാൽക്കണ്ടിയിൽ ഭഗവതിയെ ആവാഹിച്ച് വന്നതിന് ശേഷം അശ്വതി നാളിൽ രാവിലെ ഇവിടെ തട്ടിൽ കയറുക എന്നാണ് അതിനെ പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വൈകിട്ട് ഗുരുതി കൊടുക്കാനുള്ള കോഴി ഓൾറെഡി സിഗ്നൽ തന്നു തുടങ്ങി, കോഴി കൂവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ വേണം എന്നുള്ള ഒരു സൂചനയാണത്. അപ്പോൾ പാൽക്കണ്ടിയിൽ ഭഗവതിയെ ആവാഹിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ തട്ടിൽ കയറി രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ കുടുംബത്തിൽ പോലും എന്ത് ആപത്ത് സംഭവിച്ചാൽ പോലും അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. വൈകിട്ട് അശ്വതി കാവ് തീണ്ടൽ കഴിയുന്നത് വരെ ഭഗവതിയുടെ ഒരു പടനായകനെ പോലെ എതിരായിട്ടുള്ള പടകൾ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന, അതായത് തട്ടിൽ കയറിയവര്, നമ്മളിപ്പോ മോഡേൺ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറുമാടം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഇരുന്ന്, അപ്പൊ ആ ഒരു തട്ടിൽ കയറിയിരിക്കുന്ന സമയത്ത് വള്ളോനെ കാണാം, അനുഗ്രഹം വാങ്ങിക്കാം. എല്ലാവർക്കും ഇവിടെ ഗുരുതിയും അതുപോലെ തന്നെ അശ്വതി നാളില് രാവിലെ തൊട്ട് വള്ളോന്റെ ദർശനവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളെ കുറിച്ച് രഘുചേട്ടൻ എന്താണ് പറയാനുള്ളത്? കാരണം വർഷത്തിലൊരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ആ രാജകീയ മുദ്രയെല്ലാം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്താണ്, നമ്മളിപ്പോ നാളെ 11 മണിക്ക് തമ്പുരാനെ പോയി മുഖം കാണിക്കുകയും പണ്ടത്തെ രാജകൽപ്പന അനുസരിച്ചുകൊണ്ട് തമ്പുരാന് തിരുക്കാഴ്ചകൾ കൊടുത്ത് തമ്പുരാനിൽ നിന്നും തലപ്പാവ്, വാള് പരിച, രാജകീയ മുദ്ര, പവിഴം പിടിപ്പിച്ച മാല ഇതെല്ലാം അണിഞ്ഞുകൊണ്ടാണ് നമ്മൾ കാവിലേക്ക് അശ്വതി നാളിൽ പുറപ്പെടുക. ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയെ കുറിച്ച് കൂടി ഇരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോമരങ്ങൾ ദർശനം വാങ്ങാനും അവരുടെ മുറിപ്പാടിൽ മഞ്ഞൾ വെച്ച് ആ മുറി കൂട്ടിലുമാണ് വള്ളവന്റെ പ്രധാന അനുഗ്രഹം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ട് ദേശഗുരുതി ആരംഭിക്കുന്നതോടുകൂടി പുലക്കാവ് സജീവമാവുകയാണ്. കൊടുങ്ങല്ലൂർ കാവിലെ പോലെ തന്നെ ഇവിടെയും രക്തക്കളം എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ കാവില് വെളിച്ചപ്പാടുമാരെ വെട്ടിത്തെളിയിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് അടിയാൾ തമ്പുരാനാണ് എന്ന്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കാവില് ആ ഒരു വെട്ടിത്തെളിയലിന്റെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ പുലക്കാവ് എന്ന് പറയുന്നത് ഇവിടെയും നൂറുകണക്കിന് കോമരങ്ങൾ വർഷം തോറും വെട്ടിത്തെളിയുന്നതിന് വേണ്ടി വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം 600ഓളം കോമരങ്ങൾ, പുതിയ കോമരങ്ങൾ നമ്മൾ വെട്ടിത്തെളിയിക്കുകയും ഈ കൊല്ലം അതിനേക്കാൾ കൂടുതൽ കോമരങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പുതിയത് വെട്ടിത്തെളിയാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ അടിയാൾ തമ്പുരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ദക്ഷിണയൊന്നും വാങ്ങാറില്ല, 100 രൂപയാണ് ആകെ ഫിക്സ് ചെയ്തിരിക്കുന്നത് വെട്ടിത്തെളിയാൻ. അപ്പോൾ ഇവിടെ അതും മേടിക്കാറില്ല. ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നേർച്ചയായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് രഘുചേട്ടൻ ആ ഒരു സേവനം ചെയ്യുന്നത്. കാരണം 3, 4, 5 വർഷമായിട്ട് അരമണിയും അതുപോലെ തന്നെ ചിലമ്പും വാളും എല്ലാം മേടിച്ച് മന്ത്രോപദേശം നേടി ഉപാസന നടത്തി വെട്ടിത്തെളിയണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതൊരു ബിസിനസ് ആക്കിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. 35,000 രൂപയാണ് ഒരു കോമരം പുതിയത് വെട്ടിത്തെളിയണമെങ്കിൽ അവർ മേടിക്കുന്നത്. നമ്മൾ 1 രൂപ പോലും മേടിക്കാതെയാണ് അവരെ പുതിയ കോമരങ്ങൾ വെട്ടിത്തെളിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവതിയുടെ ദാസനാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഭഗവതിയുടെ ദാസന്മാര് തന്നെ
സഹായിക്കാനുണ്ട്. അടിയാൾ തമ്പുരാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പുലക്കാവിലെ വള്ളോനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ചതികളിൽ പോയി പെടാതെ വെട്ടിത്തെളിയണം എന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് യാതൊരു ചെലവുമില്ലാതെ നിങ്ങളുടെ പരിശ്രമം മാത്രമാണ് ഇതിനു വേണ്ടത്. ഭഗവതിയുടെ ദാസനാവുക എന്നുള്ള രീതിയിൽ ആ നിഷ്ഠ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ കർശനമായിട്ടുള്ള ഒരു നിബന്ധനയായിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അടിയാൾ തമ്പുരാൻ മുഖാന്തരമാണെന്നുണ്ടെങ്കിലും പുലക്കാവൽ വള്ളോൻ മുഖാന്തരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടിത്തെളിയാം, ഭഗവതിയുടെ ദാസന്മാരായിട്ട് മാറാം. എന്താണ് ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവതിക്ക് വേണ്ടി ഇവിടെ വന്ന് വാളും ചിലമ്പും അരമണിയുമായി ഭഗവതിക്ക് വേണ്ടി രക്തം കൊടുക്കാം, പടവെട്ടാം.